ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ദീപാവലി സ്പെഷ്യൽ റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റാണ് ലഡ്ഡു. എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ലഡ്ഡു അല്ലേ? അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും നമ്മൾക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കപ്പ് കടലമാവാണ്, അതിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട, ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ പാല് ഇത് ചേർത്ത് കുറച്ചൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരുമിച്ചിട്ട് കലക്കണ്ട, കാരണം അത് കട്ടയൊക്കെ പിടിക്കും. അതുകൊണ്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കുക. അതിനുശേഷം മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ലൂസായിരിക്കണം. ദോശമാവിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇത് ഈ ഒരു രീതിയിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആ മാവ് എന്ന് പറയുന്നത് ഒരുപാട് തിക്കാവരുത്, ഇതുപോലെ. അപ്പം ഞാനിവിടെ ഇപ്പം ഗ്രീൻ കളറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പച്ച കളർ എസൻസ് ചേർക്കുകയാണ്. അപ്പം ഫുഡ് കളർ നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി അഥവാ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ബൂന്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഈ സംഭവത്തിൽ കുറച്ച് ഹോൾസ് ഉണ്ടാക്കുകയാണ്, ചെറിയ ബൂന്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് മറ്റേ കരണ്ടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഓട്ടയുള്ള കരണ്ടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം. ഇപ്പോൾ ഇതാവുമ്പോൾ എളുപ്പമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നത്. അപ്പം ഇത് വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വറുക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്യ് ഇടുക. നെയ്യ് അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് നമുക്കെല്ലാം വറുത്തെടുക്കാം. എണ്ണ വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. ഞാനിപ്പോൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മുടെ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ബൂന്തി ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് ഫ്രൈ ആവണ്ട. നമ്മൾ സാധാരണ ബൂന്തി ഉണ്ടാക്കുന്ന പോലെ ക്രിസ്പി ആവേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം, കോരി മാറ്റിയെടുക്കാം. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ എണ്ണ എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോ വയ്ക്കാം. ഇപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്, വെന്തിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾക്കിത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ മാവും ഇതുപോലെ ബാച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ച് വലിയതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് പഞ്ചസാര പാനീയം ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ള പഞ്ചസാര എടുക്കാം. ഇപ്പം 1 കപ്പ് പൊടി ആയതുകൊണ്ടാണ് 1/2 കപ്പ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് കളർ ചേർക്കുക. പിന്നെ ഇതൊന്ന് ഒട്ടുന്ന പരുവമാവണം. എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് ഒട്ടുന്ന പരുവമാവുന്ന വരെയാണ് നമ്മളിത് തിളപ്പിക്കേണ്ടത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു നൂൽ പരുവം പോലെ. അപ്പം നമ്മളുടെ ഇനി ഈ ബൂന്തിയെല്ലാം ഇതിലോട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കുക. അതിനുശേഷം ഇപ്പം നമ്മുടെ ലഡ്ഡു ഉണ്ടാക്കാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിൽ ഓരോന്നെടുത്തിട്ട് എത്ര വലിപ്പമാണോ അതിനനുസരിച്ചുള്ള ഉരുണ്ടയാക്കി എടുക്കാം. പിന്നെ ഇതിലോട്ട് കാഷ്യൂനട്ട് ഇടുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നേരെ കാഷ്യൂനട്ട് വേണമെങ്കിൽ അത് വറുത്തിട്ട് ബൂന്തി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിലോട്ട് തന്നെ ചേർക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ലഡ്ഡു ആക്കി എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഈ കളറ് പച്ച തന്നെ വേണമെന്നില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.
വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.